നമ്മൾക്ക് യൂട്യൂബ് ഉപയോഗിക്കുന്നവരാണല്ലോ. പക്ഷേ യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പൂർണ്ണമായ ഉപയോഗം പലർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്നത്തെ വീഡിയോയിലൂടെ യൂട്യൂബിലെ നിങ്ങൾക്കറിയാത്ത 3 കിടിലൻ ഫീച്ചറുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ യൂസ്ഫുൾ ആകുന്ന വളരെ പ്രധാനപ്പെട്ട 3 ഫീച്ചറുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക. ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം അറിയില്ല ബ്രോ, പറഞ്ഞതിന് താങ്ക്സ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോ, അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ എന്തായാലും ഏതൊക്കെയാണ് ഈ ഫീച്ചറുകളെന്ന് നോക്കാം. ഒന്നാമത്തെ ഫീച്ചർ, നിങ്ങൾ യൂട്യൂബിൽ തന്നെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ഫീച്ചറുണ്ട്. അഥവാ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഗെയിം കളിക്കണമെങ്കിൽ ഈ കാണുന്ന കോംബോ സൈക്കിളിൽ സെലക്ട് ചെയ്തുകൊണ്ട് പ്ലേബിൾസ് എന്നുള്ള ഈ ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിരവധി ഗെയിമുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓൺലൈനായിട്ട് പ്ലേ ചെയ്യാൻ സാധിക്കും. ഷോർട്സ് കണ്ടു പോരടിച്ചെങ്കിൽ ഈ ഒരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം. രണ്ടാമത്തത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, പ്രത്യേകിച്ച് യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനോ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആകുന്ന ഒരു ഫീച്ചറാണ്. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായി നമുക്കിവിടെ ഒരു AI ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോകളോ ഇമേജുകളോ മ്യൂസിക്കോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് AI കൊണ്ട് ജനറേറ്റ് ചെയ്യിക്കാം. അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ ജനറേറ്റ് ചെയ്യിക്കാം. ആവശ്യമായ പ്രോംപ്റ്റ് നൽകി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയ പ്രോംപ്റ്റിനനുസരിച്ചുള്ള വീഡിയോ ജനറേറ്റായി വരുന്നതായിരിക്കും. മൂന്നാമത്തത് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു ഫീച്ചറാണ്. ഐഫോണിൽ ഷാസാമിന് പകരമായി നമുക്ക് യൂട്യൂബിനെ ഉപയോഗിക്കാൻ സാധിക്കും. അഥവാ നിങ്ങൾ ഏതെങ്കിലും സോങ്ങുകൾ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഏത് സോങ്ങാണ് എന്നുള്ളത് കൃത്യമായി കണ്ടെത്താൻ ഈ ഒരു ഓപ്ഷനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനുവേണ്ടി സെർച്ച് ബാറിൽ സെലക്ട് ചെയ്യുക, ശേഷം മൈക്ക് ഐക്കണിൽ സെലക്ട് ചെയ്തുകൊണ്ട് സോങ് എന്നുള്ളത് നൽകി നിങ്ങൾക്ക് ആവശ്യമായ സോങ് ഏതാണോ അത് പ്ലേ ചെയ്യുന്നതിന് കേൾപ്പിച്ചു കഴിഞ്ഞാൽ ആ സോങ് ഏതാണെന്ന് പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. തീർച്ചയായും ഇതിൽ പല ഫീച്ചറുകളും നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും. ഇതേതെങ്കിലുമൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ 3 ട്രിക്കുകളും തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നതായിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. മറ്റുള്ളവരിലേക്കും നന്നായി ഷെയർ ചെയ്ത് കൊടുത്തോ, അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം, പീസ്.